കെ ബൈജുനാഥ്, മനുഷ്യാവകാശ കമ്മീഷൻ നമുക്കപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. സാർ നോക്കൂ, ആ പെൺകുട്ടിയുടേത് ട്രെയിനിൽ ഒരു സാമൂഹ്യ വിരുദ്ധൻ എറിഞ്ഞ കല്ലുകൊണ്ട് പരിക്കേറ്റ കുട്ടിയുടെ അച്ഛനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഗതികേടാണ് അദ്ദേഹം പറയുന്നത്, ദുര്യോഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു സഹായവും ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ആരാണ് അവർക്ക് സഹായം ലഭ്യമാക്കേണ്ടത്? എവിടുന്നാണ് ഇടപെടലുണ്ടാകേണ്ടത്? അതില് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സോമോട്ടോ കേസെടുത്തിരുന്നു. എടുത്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, റെയിൽവേയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം റെയിൽവേയുടെ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം റെയിൽവേക്കാണ് അതിന്റെ ഒരു ഉത്തരവാദിത്വം എന്നാണ് കമ്മീഷന്റെ പ്രാഥമിക വിലയിരുത്തൽ. കാരണം അതിലെ പാസഞ്ചേഴ്സ് എന്നുള്ള നിലക്ക് അവരുടെ സേഫ്റ്റി ഉറപ്പാക്കാനുള്ള ബാധ്യത റെയിൽവേയുടെ ആണ് എന്നാണ്. അപ്പൊ അത് മാത്രമല്ല, ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ട തരത്തിലുള്ള സെക്യൂരിറ്റിയും സേഫ്റ്റിയൊക്കെ ഉറപ്പാക്കേണ്ട ബാധ്യത റെയിൽവേക്കാണ് ഉള്ളത് എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇനി കൂടുതൽ ഇതിനെ കുറിച്ച് റിപ്പോർട്ട് വന്നതിന് ശേഷം പഠിക്കുകയും അതിന്റെ മുകളിൽ നമുക്ക് ഈ കുട്ടിക്ക് വേണ്ട ചികിത്സാ ചെലവുകളൊക്കെ ഉറപ്പുവരുത്താനുള്ള നടപടി കമ്മീഷൻ കൈക്കൊള്ളുകയും ചെയ്യും എന്നതാണ് ഇപ്പം നമ്മൾ കരുതുന്നത്. സാർ, ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നു റെയിൽവേ ഇതിൽ നഷ്ടപരിഹാരം നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 30-ാം തീയതി ഉണ്ടായിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ തന്നെ ലക്ഷങ്ങൾ ചിലവായി. ഒരു സാധാരണ കുടുംബത്തിൽ ഉള്ള കുട്ടിയാണ് അത്. അവരുടെ അച്ഛൻ അത് സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വലിയ ഇരകളാകപ്പെടുന്ന ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടാനുണ്ടാകുന്ന ഈ കാലതാമസം, ഒരു പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞാലോ മാസങ്ങൾ കഴിഞ്ഞാലോ, ഒരു പക്ഷേ മാസങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, വർഷങ്ങൾ കഴിഞ്ഞാൽ റെയിൽവേ നൽകുമായിരിക്കാം. പക്ഷേ ഈ കാലതാമസത്തിൽ എങ്ങനെയാണ് ഒരു മാറ്റം ഉണ്ടാവുക? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റിപ്പോർട്ട് കിട്ടാതെ വൺ സൈഡഡ് ആയിട്ട് പറയാൻ പറ്റില്ല. എത്ര കോമ്പൻസേഷൻ കൊടുക്കണം ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ വേണ്ടി കമ്മീഷൻ ഉത്തരവിടുന്നതാണ്. അത് നമ്മൾ നടപടി തീർച്ചയായിട്ടും റെയിൽവേയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കിട്ടിയാൽ നെക്സ്റ്റ് മന്ത് നമ്മൾ അടുത്ത മാസം വെച്ചിട്ടുണ്ട് കേസ്. അതിൽ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ കൂടുതൽ ഡിലേ ഇല്ലാതെ തന്നെ നമ്മൾ അതിന്റെ ഉത്തരവ് കൊടുക്കുന്നതാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ നടപടി എടുക്കും എന്നുള്ളതാണ്. റെയിൽവേ അത് ചികിത്സാ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞു എന്നാണ് ഞാനും കേട്ടത്. പക്ഷെ ഇൻ റൈറ്റിംഗ് വരുമ്പോഴല്ലേ നമുക്ക് അതിൽ ഉത്തരവിടാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ഉടനടി നടപടി എടുക്കും. മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമോ? നമുക്ക് ആ ഒരു അച്ഛൻ ഇപ്പൊ നമുക്ക് ഒപ്പം ഉണ്ട്, അദ്ദേഹത്തിന് കൊടുക്കാനാകുമോ? തീർച്ചയായിട്ടും കൊടുക്കാം. എളുപ്പത്തിൽ നമുക്ക് ആ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തന്നെ നമ്മൾ അതിന്റെ നടപടി എടുക്കാം. കാരണം അത് വലിയൊരു ഇഷ്യൂ അല്ലേ. അപ്പൊ തീർച്ചയായും ചെയ്യും. ശരി, എന്തായാലും അതിന്റെ റിപ്പോർട്ട് കിട്ടി ഉടൻ തന്നെ ആ നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കെ ബൈജുനാഥാണ് നമ്മളോട് സംസാരിച്ച് അദ്ദേഹം അറിയിക്കുന്നത്.